എങ്ങനെയുണ്ടായിരുന്നു അന്ന് ആലോചിച്ചായിരുന്നോ ഇനി മലയാളത്തില് ഭാവി അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്ന 2 താരങ്ങളെയാണ് ഇന്റർവ്യൂ എടുക്കാന്നൊക്കെ? അത് വിനീതാണ്, സുനാസാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ ആ ഒരു ഭാവി എന്തായാലും അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കഴിവുള്ളവർക്കല്ലേ കിട്ടത്തുള്ളൂ. സാധാരണ പുരുഷ ഭാഗ്യവാനാണ്, നമുക്ക് കഴിവില്ലായിരിക്കും ആയിരിക്കും, അതായിരിക്കുമല്ലോ പുരുഷന് കിട്ടിയത്. നമുക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടായതുകൊണ്ടല്ലോ 100ഓളം കുട്ടികൾ ഇന്റർവ്യൂവിന് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ആയത്. അപ്പൊ നിങ്ങൾക്ക് കഴിവില്ലാന്നിരിക്കും പറയരുത് അല്ലേ? അപ്പൊ പിന്നെ അതല്ല, ഒരു സിനിമയിൽ വരുമ്പോൾ ഭാഗ്യം വേണമല്ലോ. അപ്പൊ ആ ഭാഗ്യം എന്തായാലും നിലനിൽക്കുമല്ലോ. ഇപ്പൊ നിവിബോൾ തിരിച്ചു വന്നതല്ല, നിവിബോൾക്ക് നല്ലൊരു കഥയും നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാല് എല്ലാ ആക്ടറും അല്ലാണ്ട് ഇപ്പോഴും പറയാനുണ്ട് തിരിച്ചു അങ്ങനെയില്ല. അത് അവർക്ക് നല്ല നിർമ്മാതാവും നല്ല സ്ക്രിപ്റ്റും നല്ല സംവിധായകനും വന്നു കഴിഞ്ഞാൽ സിനിമ എന്നും ഇതാവും. സിനിമകൾ ടെക്നിക്കലൂടെ ഒരുപാട് സിനിമ നശിപ്പിക്കുന്നുണ്ട്. ഗംഭീര എഡിറ്റിങ് അങ്ങനെ ഇങ്ങനെ ആയിട്ട്. ഇപ്പൊ സല്ലാവുന്ന പടവും പണ്ടത്തെ കിരളുന്ന പടമൊക്കെ ഫിലിം ക്യാമറയിൽ എടുത്തതാണ്. അപ്പൊ അതിലധികം ടെക്നിക്കൽ ഉണ്ടായില്ല. അപ്പൊ കാണാൻ നമുക്ക് ഇതുണ്ടായി. ടെക്നിക്ക് കൂടുമ്പോ പടം നല്ലൊരു കഥ എടുക്കാൻ കഴിയുന്നില്ലെന്ന് ചില സമയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവര് ഇന്റർവ്യൂ എടുക്കുമ്പോ ഇപ്പൊ നിവിൻപോളി അജു വർഗീസ് എന്ന് പറയുമ്പോ ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോ ഭയങ്കര കോംബോ അടിപൊളിയായിട്ട് ആ ഒരു ചിൽ മൈൻഡിലാണല്ലോ. അപ്പോഴും അവരങ്ങനെ തന്നെയായിരുന്നു മീറ്റ് ചെയ്ത വളരെ നാച്ചുറൽ ആയിട്ട് നല്ല അവരൊക്കെ നല്ല സ്വഭാവമാണ്. അജു ആ ഇന്റർവ്യൂ കണ്ടാണ് വിളിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് വിളിക്കുകയായിരുന്നു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു.